കേരളം തുടരുന്നു. മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷേഖ് ദർവേസ് സാഹിബ് ശബരിമല സന്ദർശിക്കും. രാവിലെ 9 മണിക്ക് നിലയ്ക്കലെത്തുന്ന അദ്ദേഹം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ അവലോകന യോഗങ്ങളും ചേരും. 3 കേന്ദ്രങ്ങളിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ നേരിട്ട് വിലയിരുത്തും. അതേസമയം സന്നിധാനത്ത് വിവിധ വകുപ്പുകളുടെ യോഗങ്ങളും ചേരും. സജീവ് സി വാര്യർ ചേർന്നു. സജീവ്, ഇനിയിപ്പോൾ ഒരു ദിവസത്തിന്റെ കാത്തിരിപ്പ് മാത്രമാണ് മകരവിളക്കിനായി ബാക്കിയുള്ളത്. മറ്റന്നാൾ മകരവിളക്കാണ്. സന്നിധാനത്തെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ DGP അവിടേക്ക് എത്തുന്നു. വിവിധ ഉദ്യോഗസ്ഥരുമായും വകുപ്പുകളുമായൊക്കെ കൂടിയാലോചനകൾ നടത്തുന്നു. എന്താണ് സന്നിധാനത്ത് നിന്ന് രാവിലെ നൽകാനുള്ള വിവരങ്ങൾ? ഭക്തരുടെ ആ ഒരു തിരക്ക് എത്രമാത്രമുണ്ട് ഇപ്പോൾ? രഞ്ജിനി, സ്വച്ഛ ശാന്തമായ അന്തരീക്ഷമാണ് സന്നിധാനത്ത് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ചും ഇന്നലെ മുതൽ തന്നെ തിരക്കിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പയിൽ നിന്നുള്ള ഭക്തരുടെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. വരുന്ന ആളുകൾക്ക് സമാധാനമായി ദർശനം നടത്തി തിരിച്ചു പോകാവുന്ന സാഹചര്യമുണ്ട്. എന്നാൽ കൂടുതൽ പേരും ഇവിടെ തന്നെ തങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ അവർ മകരവിളക്ക് കഴിഞ്ഞ് മകരജ്യോതി ദർശനത്തിന് ശേഷം മാത്രമേ തിരിച്ചു പോകൂ എന്നുള്ളതാണ്. അതിനാൽ 2 ലക്ഷത്തോളം പേരെ അന്നത്തെ ദിവസം സന്നിധാനത്ത് മാത്രം ദർശനത്തിനായി, മകരജ്യോതി ദർശനത്തിനായി പ്രതീക്ഷിക്കുന്നുണ്ട് ദേവസ്വം ബോർഡ്. അതിനാൽ അതിനുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. അതേസമയം സുരക്ഷ വളരെ പ്രധാനമാണ്. അതിനുവേണ്ടി DGPയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗങ്ങൾ ചേരും. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി DGP പരിസരത്തെത്തും. നിലയ്ക്കൽ നിന്ന് അവലോകന യോഗം ചേർന്ന ശേഷം പമ്പയിലും വീണ്ടും ഉന്നതതല യോഗങ്ങൾ ഉണ്ടാകും. അതിനുശേഷമാണ് സന്നിധാനത്തേക്ക് എത്തുക. ഉച്ചയോടുകൂടി DGP സന്നിധാനത്ത് എത്തും. നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തും. അതിനുശേഷം സുരക്ഷ ശക്തമാക്കാനുള്ള നടപടികൾ ഏകോപിപ്പിക്കും. വിവിധ വകുപ്പുകളുടെ യോഗങ്ങൾ രാവിലെ മുതൽ തന്നെ സന്നിധാനത്ത് ഉണ്ടാകും. അതുപോലെ തൊട്ടടുത്ത ജില്ലകളിലെ ജില്ലാ ഭരണകൂടങ്ങളും വേണ്ടത്ര സുരക്ഷയും മറ്റ് കാര്യങ്ങളും സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ്. ഇടുക്കി ജില്ലയിൽപ്പെട്ട പുല്ലുമേട് അടക്കമുള്ള വ്യൂ പോയിന്റുകൾ സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അതിന് നേതൃത്വം നൽകുന്നത്. നേരിട്ട് വിലയിരുത്തിക്കൊണ്ടാണ് ഇക്കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത്. ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ, വെള്ളം, അതുപോലെ വെളിച്ചം, അതുപോലെയുള്ള സുരക്ഷാ സന്നാഹങ്ങൾ, ആംബുലൻസ് അടക്കമുള്ള മെഡിക്കൽ സൗകര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ഏകോപനമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. സുരക്ഷ വളരെ പ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് DGP സന്നിധാനത്ത് നേരിട്ടെത്തുകയും ചെയ്യുന്നത്. അതാണ് സാഹചര്യം. വളരെ വലിയൊരു സുരക്ഷ സന്നിധാനത്ത് മകരവിളക്കിനോടനുബന്ധിച്ച് ഒരുക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് DGP അവിടെ എത്തുന്നത്. സജീവ, ഇതിലിപ്പോൾ തിരക്കിങ്ങനെ ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് മാത്രമാണ്, ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ഇല്ല. അതുകൊണ്ട് ഒരു പരിധിവരെയൊക്കെ അത് നിയന്ത്രിക്കാൻ വകുപ്പിന്, ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരക്ക് അത് ഏത് രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ചും ഈ സന്നിധാനത്ത് മലചവിട്ടി എത്തിയവർ ഈ മകരവിളക്ക് കണ്ടു മടങ്ങുന്ന ഒരു ശീലം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയവർ പലരും തിരിച്ച് മലയിറങ്ങാൻ സാധ്യതയില്ലതാനും. അതുകൊണ്ട് തന്നെ അതൊക്കെ കണക്കിലെടുത്തുള്ള ഒരു ദേവസ്വം ബോർഡിന്റെ ക്രമീകരണമൊക്കെ എങ്ങനെയാണ്? ഇവിടെ എത്തുന്നതിൽ കൂടുതൽ പേരും ഇവിടെ തന്നെ തങ്ങുന്ന സാഹചര്യമാണ് എന്ന് ദേവസ്വം ബോർഡിന് ബോധ്യമുണ്ട്. പോലീസും ഇക്കാര്യത്തിൽ ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെ 2 ലക്ഷം പേർക്ക് ഇവിടെ നിന്ന് 10 വ്യൂ പോയിന്റുകളിലായി മകരജ്യോതി ദർശനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഈ സന്നിധാനത്തിന്റെ ഈ തിരുമുറ്റം, ഇതിന് താഴെയുള്ള പ്രദേശം, അതോടൊപ്പം പാണ്ടിത്താവളം, കൊപ്രാക്കളം തുടങ്ങി 10 കേന്ദ്രങ്ങളാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും സുരക്ഷ ശക്തമാക്കും. അതോടൊപ്പം ഈ വന്നിരിക്കുന്ന ആളുകൾ പർണശാലകൾ കെട്ടി വിവിധ ഭാഗങ്ങളിലായി താമസിക്കുകയാണ്. അവിടെയെല്ലാം തന്നെ ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല എന്ന് കർശനമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിക്കവാറും കാടുകൾക്കുള്ളിലൊക്കെയാണ് ആളുകൾ താമസിക്കുന്നത്. ടെന്റ് കെട്ടിയും അതുപോലെ പച്ചിലകൾ കൂട്ടി, ചില്ലകൾ വെട്ടിക്കൂട്ടിയുമൊക്കെയാണ് ടെന്റുകൾ ഒരുക്കുന്നത്. അതിനടിയിലാണ് ആളുകൾ താമസിക്കുന്നത്. 2 ദിവസം തങ്ങേണ്ടതുണ്ട്. അവർക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും ദേവസ്വം ബോർഡ് എത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫോറസ്റ്റിന്റെയും പോലീസിന്റെയും വിവിധ ഭാഗങ്ങളിലായി പരിശോധനകൾ തുടരുന്നുണ്ട്. കാരണം കാട്ടുതീ പടരാനുള്ള സാഹചര്യം ഒഴിവാക്കണം, അത്തരത്തിലുള്ള ആശങ്കകൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നും ഉണ്ട്. അതേസമയം 2 ലക്ഷത്തിൽ പേർ ഇവിടെയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വിവിധ ഭാഗങ്ങളിലായി 4 ലക്ഷത്തിൽ പരം, 4 ലക്ഷം മുതൽ 5 ലക്ഷം പേർ വരെ മകരജ്യോതി ദർശനത്തിനായി എത്തും എന്ന പ്രതീക്ഷ ദേവസ്വം ബോർഡിനുണ്ട്. പ്രത്യേകിച്ചും പമ്പയിലും അതുപോലെ പുല്ലുമേടും അടക്കമുള്ള മേഖലകളിലെല്ലാം തന്നെ വ്യൂ പോയിന്റുകൾ സജ്ജമാണ്. പരുന്തുംപാറ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലും
ഇത് സജ്ജമാക്കിയിട്ടുണ്ട്. അതിനാൽ പുല്ലുമേട്ടിലേക്കുള്ള ഗതാഗതം, അതായത് ആളുകളുടെ വരവ് എല്ലാം തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട്. 1 മണിക്ക് ശേഷം കുമളിയിൽ നിന്ന് KSRTC ബസ്സുകൾ ഉണ്ടാകില്ല. 2 മണിക്കാണ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി അവസാനം തീർത്ഥാടകരെ കടത്തിവിടുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. അതാണ് സന്നിധാനത്തെ സാഹചര്യം. മകരവിളക്കിനോടനുബന്ധിച്ച് ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മലകയറി എത്തുന്ന പലരും അവിടെ പർണശാലകൾ കെട്ടി അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. മകരവിളക്ക് കണ്ട ശേഷം മാത്രം മലയിറങ്ങാനാണ് ഇവരുടെ തീരുമാനം. അതുകൂടി കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. സജീവ് സി വാര്യറാണ് സന്നിധാനത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. മകരവിളക്കുമായി